ഹായ്, ടെക്നോളജി ഫോർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ക്രിസ്മസ് സ്റ്റാർ ആയിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോ കാണാം. ഇതുപോലെയുള്ളൊരു തെർമോകോൾ ഷീറ്റാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത്. ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. ഇനി ഇതേ വലുപ്പത്തിലുള്ള ഒരു ഷീറ്റും കൂടെ ഇതിന് മുകളിൽ വെച്ച് ഒട്ടിക്കാം. ഇനി ഇതിലാണ് നമ്മൾ ട്രീ വരയ്ക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം. ഒരു പാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലൊരു ട്രീ വരച്ചു കൊടുക്കാം. ഇനി ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ട്രീ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പല വലുപ്പത്തിലുള്ള വൃത്തങ്ങൾ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി വരച്ചെടുത്ത ഈ വൃത്തങ്ങളെല്ലാം ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ട്രീയുടെ മുകളിൽ ഒരു ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കണം. ഒരു പേന ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തപ്പോൾ ചെറിയൊരു കഷ്ണത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി ആവശ്യമുള്ളത് തെർമോക്കോളിൻ്റെ ഇതുപോലുള്ള കുറച്ച് പീസുകളാണ്. ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച തെർമോക്കോളിൻ്റെ പീസ് ഒന്നും കൂടെ ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 3-4 ഒട്ടുസൂചി കൂടെ നമുക്ക് കുത്തി കൊടുക്കാം. ഇങ്ങനെയുള്ള ഗ്യാപ്പുകളിൽ നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് RGB LED സ്ട്രിപ്പാണ്. നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്തിട്ടുള്ള തെർമോക്കോളിൻ്റെ പീസിൽ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് ഇത് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഇതാണ് സർക്യൂട്ട് ഡയഗ്രം. ഈ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് ഏതൊക്കെ കമ്പോണൻസുകളാണ് വേണ്ടതെന്ന് നോക്കാം. ട്രാൻസിസ്റ്റർ BD139, 1K റെസിസ്റ്റർ, സർക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു കോമൺ PCB, ജമ്പർ വയേഴ്സ്. ഇനി സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് നമുക്ക് സോൾഡർ ചെയ്ത് തുടങ്ങാം. ഇനി ഈ ജമ്പർ വയറുകൾ സോൾഡർ ചെയ്ത് തുടങ്ങാം. അർഡിനോയുടെ 2, 3, 4 ഗ്രൗണ്ട് എന്നീ പിന്നുകളിലേക്കാണ് ഈ ജമ്പർ വയറുകൾ കണക്ട് ചെയ്യേണ്ടത്. ഇനി എടുത്തിട്ടുള്ളത് 4 വയറുകൾ വരുന്ന ഒരു റിബൺ കേബിളാണ്. RGB സ്ട്രിപ്പിനെ സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സോൾഡർ ചെയ്ത വയറുകളെല്ലാം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിനെ ആർഡിനോ ബോർഡിലേക്ക് മാറ്റിയിട്ട് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാം.
അർഡിനോയുടെ ഇൻപുട്ടിൽ വരുന്ന 12 വോൾട്ട് DC യിൽ നിന്നും ഒരു വയർ സോൾഡർ ചെയ്തെടുക്കുന്നുണ്ട്. RGB LED-യിലേക്കും മറ്റ് സ്ട്രിപ്പ് LED-യിലേക്കും വേണ്ട 12 വോൾട്ട് DCക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോൾഡർ ചെയ്തെടുക്കുന്നത്. ഇനി ആവശ്യമുള്ളത് ഇതുപോലുള്ളൊരു വയറാണ്. ട്രീയിൽ വെക്കുന്ന മറ്റ് സ്ട്രിപ്പ് LED-കളുടെ 12 വോൾട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വയർ ഉപയോഗിക്കുന്നത്. സർക്യൂട്ടിലുള്ള 12 വോൾട്ടിൽ നിന്നും ഈ വയർ സോൾഡർ ചെയ്തെടുക്കാം. ഇനി ഈ വയറുകളെല്ലാം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നന്നായി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആവശ്യമുള്ളത് ഇതുപോലുള്ള സ്ട്രിപ്പ് LED ആണ്. റെഡും ബ്ലൂവും സ്ട്രിപ്പ് LED ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്ന പോലെ ഈ വൃത്തത്തിനകത്ത് കൊള്ളുന്ന രീതിയിൽ ഈ സ്ട്രിപ്പ് LED നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. സർക്യൂട്ടിൽ നിന്നും വരുന്ന 12 വോൾട്ട് DC വയർ നമുക്ക് ഈ സ്ട്രിപ്പ് LED-യിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ശേഷം സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വയറുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി RGB സ്ട്രിപ്പിലേക്കുള്ള വയറുകൾ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് സർക്യൂട്ട് ബോർഡും ആർഡുയിനോ ബോർഡും ഫിക്സ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഗ്രീൻ കളർ ചാർട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ട്രീയുടെ താഴ്ഭാഗത്ത് ഇതുപോലെയുള്ളൊരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഈ അഡാപ്റ്ററിൽ നിന്നും കൊടുത്തിട്ടുള്ള വയർ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി ബ്ലേഡ് ഉപയോഗിച്ച് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇനി ഈ കട്ടിങ്ങിലൂടെ വയർ പുറത്തേക്ക് ഇട്ട ശേഷം ഇതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും